നമസ്കാരം. ബേസിൽ ജോസഫ് പ്രധാന കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ അതിരടി. അരുൺ അനിരുദ്ധാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, പിന്നെ ഒരു കാമിയോ റോളൊക്കെ ഉണ്ട്. അത് പറയുന്നില്ല, അതൊരു സീക്രട്ടായിട്ട് ഇരിക്കട്ടെ. സിനിമ അങ്ങനെ റിലീസിന് ഇന്നലെ വന്നു. അപ്പോൾ ഇന്നാണ് സിനിമ ഞാൻ കണ്ടത് കേട്ടോ. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിരടി എന്ന് പറഞ്ഞ ആ പേര് പോലെ തന്നെ സിനിമ അടിപൊളി, ഫുള്ള് പക്കാ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെയും സിനിമ ഫുള്ള് പവറിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. പുതിയ പിള്ളേർക്ക്, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ ടീമിന് മുഴുവനായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കഥാപശ്ചാത്തലം. പിന്നെ ഒരു ക്യാമ്പസാണ്, ആ ക്യാമ്പസിൽ വരുന്ന ഒരു ഗസ്റ്റ് റോളുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോമൻസിലൂടെ സിനിമ അവസാനം വരെയും നമ്മളെ ഇങ്ങനെ പിടിച്ച് സീറ്റിലിരുത്തും എന്നുള്ളതാണ്. അപ്പോൾ ബേസിൽ ജോസഫിൻ്റെ സിനിമകളൊക്കെ ഈ അടുത്തിറങ്ങിയതൊക്കെ നമുക്കറിയാം. അത്യാവശ്യം സിനിമകൾ കൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രിയൻ കൂടിയായി മാറിയിരിക്കുകയാണ് ബേസിൽ ജോസഫ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ബേസിൽ ജോസഫ് എത്തി നിൽക്കുമ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം എടുത്തുകൊണ്ട് ആ ഒരു ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു ക്യാമ്പസ്, ആ ഒരു പശ്ചാത്തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം കുറച്ച് കാണിക്കുന്ന ഇമേജൊക്കെ നമ്മൾ ഒരുവിധം കണ്ടു. അതൊക്കെ ഈ ഒരു സിനിമയിൽ എടുത്ത് കാണിച്ചപ്പോൾ ഫുൾ പക്ക സ്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടാണ് ശരിക്കും ബേസിൽ ജോസഫിന് അഭിനയ മുഹൂർത്തം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ കഥയുടെ പശ്ചാത്തലം അങ്ങനെയാണ്. എന്തായാലും സിമ്പിളായിട്ടുള്ളൊരു മൂവി. പിന്നെ നമ്മുടെ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടണില്ല. സർവം മായ എന്ന് പറഞ്ഞ ചിത്രത്തിലെ ആ ഒരു നടിയുണ്ടല്ലോ, അവർ ഇതിൽ ഏകദേശം ആ ഒരു കഥാപാത്രം പോലെ തന്നെയാണ് ഇതിലും പെർഫോമൻസ് ഒക്കെ ചെയ്തേക്കുന്നത്. പക്ഷേ വളരെ രസകരമായിട്ടുണ്ട്. എന്തായാലും സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണാം. നല്ലൊരു വെക്കേഷൻ ചിത്രം കൂടി ആയിട്ട് നമുക്ക് ഈ ഒരു പടത്തിനെ ഉൾക്കൊള്ളാം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക സിനിമ കണ്ടു കഴിഞ്ഞിട്ട്.